രാജ്യസഭയിലേക്ക് PMA സലാം എന്ന സൂചന. PK കുഞ്ഞാലിക്കുട്ടിയാണ് PMA സലാമിനെ നിർദ്ദേശിച്ചത്. നാളത്തെ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷഹീദ്, PMA സലാമിന്റെ പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യസഭയിലേക്കാണ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാളെ ആയിരിക്കും തീരുമാനമല്ലേ? പൂജ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. പക്ഷേ അതിന് പകരമായി ഇപ്പോൾ രാജ്യസഭാ സീറ്റിലേക്ക് തീരുമാനമെത്തിയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ വേണ്ടി ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ആരെ മത്സരിപ്പിക്കും എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ആരെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചൂടുള്ള ചർച്ചയാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സിറ്റിംഗ് എംപിമാരായ മലപ്പുറത്ത് സമദാനി, പൊന്നാനി VT മുഹമ്മദ് ബഷീർ, ഇതിൽ VT മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി പൊന്നാനിയിൽ ഒരു യുവ നേതാക്കന്മാർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള ചില യുവ നേതാക്കന്മാരുടെ പേര് PK കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചിരുന്നു. പകരം രാജ്യസഭയിലേക്ക് സമദാനി എന്നുള്ള പേരായിരുന്നു ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ഫൈസൽ ബാബു പൊന്നാനിയിൽ മത്സരിപ്പിക്കുന്നതിരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ മറ്റു ചില പേരുകളും വന്നു. യൂത്ത് ലീഗിൻ്റെ മറ്റു പ്രമുഖരായ പല നേതാക്കന്മാരുമുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ പേര് കൊണ്ടുവരണം എന്നുള്ള ഒരു പരാമർശമുണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു. അങ്ങനെയാണ് ഇപ്പോൾ അത് രണ്ടുപേരെയും മാറ്റി, അല്ലെങ്കിൽ ഫൈസൽ ബാബുവിന് പകരമായി നിലവിലുള്ള എംപിമാർ തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കട്ടെ, മറിച്ച് രാജ്യസഭയിലേക്ക് PMA സലാമിൻ്റെ പേര്, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് PMA സലാം, അദ്ദേഹത്തിൻ്റെ പേര് PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളത്തെ യോഗത്തിൽ സലാമിൻ്റെ പേരാണ് വരിക. പ്രധാനമായും മുൻതൂക്കമുണ്ടാവുക എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തീരുമാനത്തിന്, അല്ലെങ്കിൽ ആ പേരിന് നാളത്തെ യോഗം അംഗീകാരം നൽകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സലാമിന് സീറ്റ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അവസാന നിമിഷം സലാമിന് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത്തവണ രാജ്യസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ ഉറപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് സലാമിൻ്റെ പേര് മാറുകയായിരുന്നു. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സീറ്റ്, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സലാമിന് സീറ്റ് നൽകിയാൽ ജയിക്കുന്നൊരു സാഹചര്യമില്ല എന്നുള്ളത്, പ്രത്യേകിച്ചും സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എതിർപ്പ് ശക്തമായ സലാമിനെതിരെയുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭയിൽ സലാമിന് പരിഗണിക്കാൻ കഴിയില്ല എന്നൊരു വാദം വന്നു. അങ്ങനെയാണ് രാജ്യസഭയിലേക്ക് സലാമിൻ്റെ പേരിപ്പോൾ മുന്നിലുള്ളത്. ഏതായാലും അത് സജീവ പരിഗണനയിലാണ്. നാളത്തെ ലീഗ് നേതൃയോഗമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക.